നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എയിംസിന്റെ സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ നൽകുന്നത് എയിംസ് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ ആണ്. അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ബേസിക് രജിസ്ട്രേഷനും രണ്ടാമത്തെ സ്റ്റെപ്പിൽ കോഡ് ജനറേഷൻ നൽകി ഫീ പേയ്മെന്റുമാണ് നടത്തേണ്ടത്. ഏപ്രിൽ 4 തീയതി വരെയാണ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. മാർച്ച് 12 തീയതി മുതൽ ഏപ്രിൽ 12 തീയതി വരെ കോഡ് ജനറേഷനും അതുപോലെ ഫീ പേയ്മെന്റും നടത്തുവാൻ സാധിക്കും. ഒരു കുട്ടിക്ക് തന്നെ പാരാമെഡിക്കൽ കോഴ്സിനും BSc നഴ്സിംഗിനും അപ്ലൈ ചെയ്യാം. 2 കോഴ്സുകൾക്കും കൂടി ഒറ്റ തവണ ബേസിക് രജിസ്ട്രേഷൻ നടത്തിയാൽ മതി. ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയി വന്നതിന് ശേഷം 2 കോഴ്സിനും സെപ്പറേറ്റ് കോഡ് ജനറേഷനും ഫീ പേയ്മെന്റും നടത്തേണ്ടതാണ്. കോഡ് ജനറേഷന് വേണ്ടി BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. OBC വിഭാഗങ്ങൾക്ക് 2000 രൂപയാണ്. BSc നഴ്സിംഗിന്റെ 2000 രൂപ ഫീ പേയ്മെന്റ് നടത്തിയതിനു ശേഷം വീണ്ടും പാരാമെഡിക്കൽ കോഴ്സിന്റെയും കോഡ് ജനറേഷൻ ചെയ്യേണ്ടതാണ്. പാരാമെഡിക്കൽ കോഴ്സിന്റെയും കോഡ് ജനറേറ്റ് ചെയ്തതിനു ശേഷം അതിനു വേണ്ടിയും വീണ്ടും 2000 രൂപ ഫീ പേയ്മെന്റ് നടത്തണം. ജനറൽ OBC വിഭാഗങ്ങൾക്ക് 2000 രൂപയും SC ST EWS വിഭാഗത്തിന് 1600 രൂപയുമാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട. പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഇല്ല. നിങ്ങൾക്ക് എത്ര കോഴ്സുകൾ വേണമെങ്കിലും പ്രയോറിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം എയിംസിന്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾ ഈ വർഷം ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കോഡ് ജനറേഷൻ ടൈമിൽ കോഡ് ജനറേറ്റ് ചെയ്ത് ഫീ പേയ്മെന്റ് നടത്തിയാൽ മതി. പാരാമെഡിക്കൽ കോഴ്സിനും BSc നഴ്സിംഗിനും കൂടി ഒറ്റ തവണ ബേസിക് രജിസ്ട്രേഷൻ നടത്തിയാൽ മതി. കോഡ് ജനറേഷനും ഫീ പേയ്മെന്റുമാണ് 2 തവണ നടത്തേണ്ടത്. കോഡ് ജനറേഷനും ഫീ പേയ്മെന്റും സിറ്റി സെലക്ഷനും നടത്തിയതിനു ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.